السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. أعوذ بالله من الشيطان الرجيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. الحمد لله الحمد لله. നമ്മള് 33-ാമത്തെ എപ്പിസോഡ് ഇൻഷാ അല്ലാഹ് ഹൃദയ ശുദ്ധീകരണം അല്ലെ, അങ്ങനെ പോവാണ്. കുറേ നമ്മൾ ഉള്ളിൽ നിന്ന് ശുദ്ധിയാക്കുന്നതൊക്കെ പഠിച്ച് ഈ ഒരു എപ്പിസോഡില് നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ, അതായത് ഹൃദയം ശുദ്ധീകരിക്കുന്നതിന്റെ കൂടെ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളും, അല്ലെങ്കിൽ അതിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദുആ ആണ്. ചിലപ്പം അറിയാവുന്നതായിരിക്കും, എന്നാലും അത്ര ഒരു കോമൺ ആയിട്ടുള്ള ദുആ അല്ല. നമുക്ക് ആ ദുആ ഒന്ന് അടിമുടി പഠിച്ചെടുക്കാം ഇന്ന് ഇൻഷാ അല്ലാഹ്. നസായി, തിർമിദി, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇബ്നു ഹജർ ഹസനാക്കിയതും ഇബ്നുൽ ഖയ്യിം, അൽബാനി, അഹ്മദ് ഷാക്കിർ സ്വഹീഹാക്കിയതുമായിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ദുആ സ്ഥിരമായിട്ട് ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ദുആ ഗ്രൂപ്പിലും യൂട്യൂബിന്റെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലും, അല്ല ലിങ്കിന്റെ ഡിസ്ക്രിപ്ഷനിലും ഇടാം ഇൻഷാ അല്ലാഹ്. ദുആ ഇങ്ങനെയാണ്, കുറച്ച് വലിയ ദുആ ആണ് കേട്ടോ. പീസ് ആയിട്ട് ഞാൻ പറയാം. റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ. റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ. അല്ലാഹുവേ, നീ എന്നെ തുണയ്ക്കണമേ, എനിക്കെതിരെ നീ തുണക്കരുതേ. വൻസുർനി വലാ തൻസുർ അലയ്യ. നീ എന്നെ സഹായിക്കണമേ, എനിക്കെതിരെ നീ സഹായിക്കരുതേ. രണ്ടും ഒരേപോലെ തോന്നും, നമുക്ക് എന്താന്ന് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. വംകുർലി വലാ തംകുർ അലയ്യ. എനിക്ക് അനുകൂലമായി നീ തന്ത്രം പ്രയോഗിക്കണമേ, എനിക്കെതിരെ നീ തന്ത്രം പ്രയോഗിക്കരുതേ. വഹ്ദിനി വയസ്സിരിൽ ഹുദാലി. നീ എന്നെ സന്മാർഗത്തിൽ ചേർക്കണമേ, എനിക്ക് സന്മാർഗം എളുപ്പമാക്കി തരണമേ. വൻസുർനി അലാമൻ ബഗാ അലയ്യ. എന്റെ മേൽ അക്രമം അഴിച്ചുവിടുന്നതിനെതിരെ നീ സഹായിക്കണമേ. റബ്ബി ജഅൽനി ലക ശക്കാറൻ ലക സക്കാറൻ ലക റഹാബൻ ലക മിത്വാഅൻ ലക മഖ്ബിതൻ ഇലൈക അവ്വാഹം മുനീബ. നിനക്ക് ധാരാളം നന്ദി ചെയ്യുന്നവനും, നിന്നെ ധാരാളമായി ഓർക്കുന്നവനും, നിന്നെ ധാരാളമായി ഭയപ്പെടുന്നവനും, നിന്നെ അനുസരിക്കുന്നവനും, നിന്നിലേക്ക് ആശ്രയിക്കുന്നവനും, നിന്നോട് അടുത്തവനുമാക്കണമേ റബ്ബേ. തുടർന്ന് റബ്ബി തഖബ്ബൽ തൗബതി വഗ്സിൽ ഹൗബതി വഅജ്ബ് ദഅവതി വസബ്ബിത് ഹുജ്ജതി വസദ്ദിദ് ലിസാനി വഹ്ദി ഖൽബി വസ്ലുൽ സഖീമത സ്വദരി. എന്റെ നാഥ, നീ എന്റെ തൗബ സ്വീകരിക്കണമേ, നീ എന്റെ പാപം കഴുകണമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നീ നൽകണമേ, നീ എന്റെ ന്യായം ഉറപ്പിക്കണമേ, എന്റെ നാവിനെ നേരെയാക്കണമേ, നീ എന്റെ ഹൃദയത്തെ സന്മാർഗത്തിലാക്കണമേ, എന്റെ ഹൃദയത്തിന്റെ പക നീ നീക്കിത്തരണമേ. ഇതിലെ വാക്കുകളൊക്കെ നമ്മൾ ഒരു പക്ഷെ പല ദുആകളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ടായിരിക്കാം. ഈ ദുആ തന്നെയും സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഇതിന്റെ ഓരോരോ ഭാഗത്തിന്റെയും ആ ഒരു ഭംഗി, അതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു, ഹൃദയത്തിന്റെ തസ്കിയ എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നുള്ള ക്ലീനിങ് മാത്രമല്ല. അതായത് ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ട് പുറത്തുള്ള എല്ലാമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ സ്വഭാവവും അല്ലെ, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് ഹൃദയം മാത്രം ക്ലീൻ ചെയ്യലല്ല. പക്ഷെ ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരുമ്പോഴേ ആ ക്ലീനിങ് അല്ലെങ്കിൽ തസ്കിയ പൂർണ്ണമാവുകയുള്ളൂ. ഈ ഒരു ഹദീസിനകത്ത് ഹൃദയത്തിന്റെ ആ ഒരു ഹെൽത്ത് അല്ലെ, അത് എപ്രകാരമാണ് നമ്മളുടെ മൊത്തത്തിലുള്ള രൂപമാറ്റം, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവ മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതികളിലുള്ള മാറ്റം എങ്ങനെയാണ് ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഹദീസിലുള്ള ദുആ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം ഉള്ള ഒരു ദുആ ആണ് ഇത്. ഓക്കെ, അപ്പം നമ്മൾ ഹൃദയത്തിന്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതുപോലെ ശുദ്ധീകരണം ഒരു ഭാഗമാണ്. അതിന്റെ പുറമേ നിന്ന് വേറെ പലതും നേടലും കൂടെ അതിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ നന്മകൾ കൊണ്ടുവരലും കൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഓരോ പാർട്ടായിട്ട് എടുക്കാം. ഏറ്റവും ആദ്യം ഈ ദുആയിൽ പറയുന്നത് റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ വൻസുർനി വലാ തൻസുർ അലയ്യ. അല്ലെ, എന്നെ നീ തുണയ്ക്കണമേ, എനിക്കെതിരെ തുണയ്ക്കരുത്, എന്നെ നീ സഹായിക്കണമേ, എനിക്കെതിരെ സഹായിക്കരുത്. രണ്ടും തുണയും സഹായമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പം ഇതിനകത്ത് ആദ്യം പറയുന്ന അഇന്നി എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള സഹായവും, തൻസുർ അല്ലെങ്കിൽ വൻസുർനി എന്ന് പറയുന്നത് ഐഹികമായിട്ടുള്ള സഹായവുമാണ്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്.
അപ്പം എന്നെ സഹായിക്കണമേ, എനിക്കെതിരെ സഹായിക്കരുത്. അതായത് എനിക്ക് ഐഹികമായ എന്നെ ദീനിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിന്റെ സഹായം എനിക്ക് ഉണ്ടാവണമേ. രണ്ടാമത്തെ ഭാഗം, നീ ഇഹലോകപരമായിട്ടുള്ള വിജയം എനിക്ക് തരണം. ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നീ എനിക്ക് വിജയം തരണമേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയെ അനുസരിക്കാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ഉള്ള സഹായമാണ് അഇന്നി എന്നുള്ളതിൽ ചോദിക്കുന്നത്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദുആ ഉണ്ട് നമസ്കാരത്തിന് ശേഷം ഉള്ള. ഇത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത അൽബാനി സ്വഹീഹാക്കിയ ഒരു ഹദീസാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയും, മുആദേ, അള്ളാഹു ആണേ സത്യം, നിശ്ചയം എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. അള്ളാഹു ആണേ സത്യം, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. ശേഷം അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, അല്ലയോ മുആദ്, ഞാൻ നിന്നോട് ഉപദേശിക്കുന്നു, എല്ലാ നമസ്കാരാനന്തരവും നീ ഇത് പ്രാർത്ഥിക്കണം. എന്താണ്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ, അല്ലെ, ദിക്ർ ചെയ്യാനും അള്ളാഹുവിന് നന്ദി ചെയ്യാനും അള്ളാഹുവിനെ ഏറ്റവും ഉത്തമമായ രീതിയിൽ ഇബാദത്ത് ചെയ്യാനും നീ സഹായിക്കണമേ. ഈ ഒരു ദുആ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ഫർദ് നമസ്കാരത്തിന്റെ ശേഷമുള്ള ഒരു ദുആ ആണെന്ന് വിചാരിക്കുന്ന. അതുവരെ ചെയ്യാത്തവർ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അപ്പം ഒരു വിശ്വാസിക്ക് അറിയാം, നമ്മളുടെ വിശ്വാസത്തിന്റെ ഈ ഒരു പാതയിൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല സഹായിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ആ തടസ്സങ്ങളൊക്കെ നീക്കി അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെ? നമ്മൾ ഇബ്ലീസിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ നഫ്സിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ഉള്ളിലുള്ള പലതരത്തിലുള്ള ഇച്ഛകൾ, അല്ലെ, നഫ്സിൻ്റെതായ ഇച്ഛകൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള പല ഫിത്നകൾക്കെതിരെയും നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ ദീനിൽ നമുക്ക് മുന്നേറണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം കൂടിയേ തീരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തേടാണ്, നമുക്ക് നമ്മളുടെ എല്ലാ ശത്രുക്കൾക്കും മേലെ ഞങ്ങൾക്ക് നീ ശക്തി തരണേ, അല്ലെ? അവരെ നീ എനിക്കെതിരെ തുണയ്ക്കരുതേ. അത് ഇബ്ലീസ് ആണെങ്കിലും നമ്മുടെ നഫ്സ് ആണെങ്കിലും പ്ലസ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഫിത്നകളാണെങ്കിലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിന്റെ അടുത്ത് ഈ ഒരു ഹദീസ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് അത് ഭയങ്കര എവിഡന്റ് ആണ്, അല്ലെ? ഈ ഒരു ദുആ ഇല്ലാതെ നമുക്ക്, അതായത് എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും ഒഴിവാക്കാതെ ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള ദുആ ആണ്. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് വേണ്ട ഒരു കാര്യമാണ് റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ. ഈ മതപരമായ കാര്യങ്ങളിൽ മുന്നേറാൻ റബ്ബിന്റെ സഹായം കൂടിയേ തീരുള്ളൂ. ഓരോ സെക്കൻഡിലും ഓരോ ദിവസവും നമുക്ക് വേണ്ട കാര്യമാണ്, അല്ലെ? ഇനി അതിന്റെ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നുണ്ട്, വൻസുർനി വല തൻസുർ അലയ്യ. അള്ളാഹുവെ, എനിക്കെതിരെ, അതായത് ഐഹികമായിട്ട് എനിക്കെതിരെ ഉപദ്രവം വരുത്തുന്നവർക്ക് എന്താണ് നീ സഹായം കൊടുക്കരുത്, എന്നെ നീ അവർക്കെതിരെ സഹായിക്കുക. അവർക്ക് നീ എന്ത് സഹായമാണോ കൊടുത്തത് അത് നീ പിൻവലിച്ചിട്ട് ആ സഹായം നീ എനിക്ക് താ. അതുകൊണ്ട് അങ്ങനെ വരുമ്പം എന്താണ്, അവർക്ക് എന്നെ ഉപദ്രവിക്കാൻ പറ്റൂല, അല്ലെ? നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും ആളുകളുടെ ഉപദ്രവം, ഐഹികമായിട്ടുള്ള പല രീതിയിൽ നമ്മളുടെ വിജയങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പം ഐഹികമായിട്ടുള്ള കാര്യത്തിൽ അള്ളാഹുവിനോട് സഹായം തേടുന്ന ഒരു ഭാഗമാണ് വൻസുർണി, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനില് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഭാഗത്തുള്ളവർക്ക് അവൻ വിജയം ഉറപ്പുകൊടുക്കും. സൂറത്ത് മുഹമ്മദില് 7-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ സൂറത്ത് ഹജ്ജില് 38-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്നല്ലാഹ യുദാഫിഉ അനിൽ ലദീന ആമനു. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു പ്രതിരോധം ഏർപ്പെടുത്തുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് അവര് വിഷമിക്കുന്ന എന്തൊരു കാര്യത്തിനെതിരെയും അള്ളാഹുവിന്റെ സപ്പോർട്ടും അള്ളാഹു ഉറപ്പാക്കുന്ന വിജയവും വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കും. അത് അവരുടെ ഈമാനും തവക്കുലും എത്രത്തോളമാണോ അത്രത്തോളം ആയിരിക്കും. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എത്രത്തോളം അള്ളാഹു തന്നതാണിത്, അള്ളാഹു ചെയ്തോളും, അള്ളാഹു അതിന് സമാധാനം അല്ലെങ്കിൽ പരിഹാരം തന്നോളും നമ്മൾ എത്രത്തോളം ഉറച്ച് വിശ്വസിക്കുന്നോ അത്രത്തോളമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സപ്പോർട്ടും അള്ളാഹു നമുക്ക് ആ കാര്യത്തിൽ തരുന്ന
വിജയം. നമ്മളൊക്കെ പലപ്പോഴും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ദുആ ചെയ്യുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് കരയുകയും ദുആ ചെയ്യുന്നുണ്ടല്ലോ ശരിയാവുന്നില്ലല്ലോ പക്ഷെ ആ ദുആ ചെയ്യുമ്പോഴും നമ്മളുടെ ഹൃദയം അപ്പോഴും എന്തൊക്കെയോ സംശയങ്ങളിലാണ് അല്ലെ. ഇതെന്താവും, അത് അങ്ങനെ ചെയ്താൽ എങ്ങനെയാവോ, അന്നാവോ, ഇതാവോ, അത് ശരിയായില്ലെങ്കിലോ, അങ്ങനെയാണെങ്കിലോ അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും ഉറച്ച മനസ്സോട് കൂടി റബ്ബേ നീ തന്നതാണ്, നീ അത് ആക്കിക്കോളും, നിന്റെ മേലെ ഞാൻ തവക്കൽ ചെയ്ത, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആണോ അത്രത്തോളം ആയിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ കാര്യത്തിലുള്ള സപ്പോർട്ടും ആ കാര്യത്തിലുള്ള വിജയം. ഇത് ഐഹികമായ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഓക്കെ. അപ്പം എത്രത്തോളം അവർ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ വിശ്വസിച്ച് അള്ളാഹുവിന് കീഴൊതുങ്ങുന്നു, അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്നു, അത്രത്തോളം അള്ളാഹു അവരെ സഹായിക്കുകയും അള്ളാഹു അവരെ സംരക്ഷിക്കുകയും ചെയ്യും. എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ അവരനുസരിക്കാൻ ശ്രമിക്കുന്നു, എത്രത്തോളം അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ മാർഗത്തിൽ അവർ ജീവിക്കാൻ ശ്രമിക്കുന്നു, അള്ളാഹുവിനെ അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, ബാക്കി എന്ത് സംഭവിച്ചോട്ടെ കുഴപ്പമില്ല, പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കി എത്രത്തോളം അവർ ഇതാക്കുന്നു അത്രത്തോളം അള്ളാഹു അവരെ ആദരിക്കും, അത്രത്തോളം അള്ളാഹു അവരെ പരീക്ഷണങ്ങളിൽ നിന്ന്, സഫറിങ്സിൽ നിന്ന് രക്ഷിക്കും. ടെസ്റ്റുകൾ കൊടുക്കൂല എന്നല്ല, നമ്മൾ കഴിഞ്ഞ തഫ്സീർ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ഉണ്ടാവും, പക്ഷെ അതൊരു സഹനമായിട്ട് ബുദ്ധിമുട്ടായിട്ട് പ്രയാസമായി മാറുന്നതിൽ നിന്ന് അള്ളാഹു അവർക്ക് എളുപ്പം കൊടുക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല എടുത്ത് നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ശരിക്കും ഇൻ ഇഫക്റ്റ് ഉള്ളില് നമ്മൾ എന്താ ചോദിക്കുന്നത്, അള്ളാഹുവേ നിന്റെ സംരക്ഷണം കൂടി ഞങ്ങൾക്ക് വേണം അല്ലെ. അപ്പം നിന്റെ സംരക്ഷണം തരാ എന്ന് പറഞ്ഞാൽ എന്താണ്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും നിനക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കാനും ഉള്ള ഒരു മനസ്സും കൂടെയാണ് അതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളമാണ് നമുക്ക് അവിടെ സഹായം കിട്ടുക. അപ്പൊ ഈ സഹായം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം കൂടെയുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മിക്ക ദുആകളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ ആഴത്തിൽ വേറെ ഇറങ്ങിയ വാക്കുകളുള്ള ദുആകളാണ്. ഒരുപക്ഷെ നമ്മൾ മലയാളത്തിലും അല്ലെ നമ്മുടേതായ ഭാഷയിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും അത്രക്കൊരു ഒരു ആഴം അല്ലെങ്കിൽ എന്താ പറയാ മീനിങ് ഫുൾനെസ് ഉണ്ടാവില്ല. ഈ ഓരോ വാക്കുകൾ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ അള്ളാഹുവെ നീ ഞങ്ങളെ ഇഹലോകത്ത് ജയിപ്പിക്കണേ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കാണ് ഇഹലോകത്ത് ജയിപ്പിക്കൽ എങ്ങനെയാന്ന് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു അല്ലെ. എത്രത്തോളം നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു, എത്രത്തോളം അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അള്ളാഹുവിന്റെ ഹിദായത്ത് പിൻപറ്റുന്നു, എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് അനുസരിക്കുന്നു, അത്രത്തോളമാണ് അള്ളാഹുവിന്റെ സഹായം അല്ലേ. അപ്പൊ നമ്മൾ സഹായം തരണേന്ന് ചോദിക്കുമ്പോൾ ഇൻ ഇഫക്റ്റ് നമ്മൾ ഇതെല്ലാം അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുകയാണ്. നിന്റെ മേൽ കൂടുതൽ തവക്കലുള്ളവനാവാൻ വേണ്ടിയിട്ട്, വിശ്വാസം കൂടാൻ വേണ്ടിയിട്ട്, നീ പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടിയിട്ട്, നീ വിരോധിച്ചത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളാണെങ്കിൽ ഇതിന് എത്ര വാക്കുകൾ ഉപയോഗിക്കണം അല്ലെ ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ. അപ്പം ഈ രണ്ട് പാർട്ട് നമ്മളുടെ ഈ ഒരു ദുആയുടെ ആദ്യത്തെ രണ്ട് ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളുടെ പവറിന്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയുടെ ലിമിറ്റേഷൻ. നമ്മളിനി എന്ത് സംഭവമാണെന്ന് വിചാരിച്ചാൽ, എനിക്കതറിയാം ഇതറിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇത് റബ്ബില് ഏൽപ്പിക്കല്, നമ്മൾ സഹായം റബ്ബ് തന്നെ തരണം. നമ്മളിനി എന്തെന്നെ ചെയ്തിട്ടും കാര്യമില്ല, സഹായം റബ്ബ് തന്നെ തരണം. അത് ഐഹികമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും മതപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും. സൂറത്ത് ആൽ-ഇംറാനില് 160 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഇൻ യൻസുറുകുമുല്ലാഹ ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദിഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങളെ അള്ളാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. അവൻ നിങ്ങളെ കൈവിട്ട് കളയുന്ന പക്ഷം അവന് പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്. അതിനാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ സൂറത്ത് മുൽക്കില് 20 ആയത്ത്, അമ്മൻ ഹദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുകും മിൻ ദൂനി റഹ്മാനി ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. അതല്ല, കാരുണികന് പുറമെ നിങ്ങളെ സഹായിക്കുവാൻ ഒരു പട്ടാളമായിട്ടുള്ളവൻ ആരുണ്ട്? സത്യനിഷേധികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക മാത്രമാകുന്നു. അപ്പം ഒരു വിശ്വാസി എന്ന് പറയുന്നത്, വിശ്വാസിക്ക് സ്ഥിരമായിട്ട് അള്ളാഹുവിന്റെ ആ ഒരു നീഡ് അല്ലെ, എനിക്ക് അള്ളാഹുവിനെ വേണം, അള്ളാഹുവിന്റെ സഹായം വേണം എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവും. അത് എന്ത് കാര്യത്തിലാണെങ്കിലും, അവന്റെ ഇബാദത്തിലാണെങ്കിലും, ഞാൻ ഭയങ്കര ഇബാദത്താണ്, എനിക്ക് അതങ്ങ് ചെയ്യാൻ പറ്റും എന്ന് അവൻ വിചാരിക്കുന്നില്ല.
ആ ഇബാദത്ത് ചെയ്യണമെങ്കിലും അവനറിയാം എനിക്ക് റബ്ബിന്റെ സഹായം വേണമെന്ന്. അവന്റെ ഐഹികമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവനറിയാം റബ്ബിന്റെ സഹായം വേണമെന്ന്. എത്ര എത്ര തന്നെ പവർ ഉണ്ടായിട്ടും, എത്ര സ്മാർട്ടായാലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര സ്കില്ലുകൾ ഉണ്ടെങ്കിലും അള്ളാഹുവിനെ ആ ഒരു എന്താ പറയാ രക്ഷിക്കാനും സഹായിക്കാനും സംരക്ഷിക്കാനും ഒക്കെ പറ്റുള്ളൂ എന്ന് ഒരു വിശ്വാസിക്ക് അറിയാം. എത്രത്തോളം തഖ്വ അവനുണ്ടെന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ അഥവാ നമുക്ക് എത്ര തഖ്വ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ എന്താണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കുന്ന ആൾക്കാർ ആവരുത്. കാരണം അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിലേ ഇത് രണ്ടും അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഐഹികവും പാരത്രികവും. അതിനകത്ത് രണ്ടിലും വിജയം വേണമെങ്കിൽ, സഹായം വേണമെങ്കിൽ അത് റബ്ബ് തരണം. പിന്നെ നമ്മൾ എത്ര തഖ്വ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കുറെ കാര്യങ്ങളൊക്കെ എൻ്റെ അങ്ങ് സെറ്റായി, ഞാനിപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ, ഒക്കെ കറക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്, അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഫൂളിഷ്നെസ് ആണ്. കാരണം ഐഹികവും പാരത്രികവുമായിട്ടുള്ള എന്ത് കാര്യവും സക്സസ്ഫുൾ ആവണമെങ്കിൽ റബ്ബിന്റെ സഹായം തന്നെ വേണം. അപ്പൊ നമ്മളെ തന്നെ മഹത്വം, നമ്മളുടെ അച്ചീവ്മെന്റ്, ഞാൻ സംഭവമാണ്, ഞാനിതാണെന്ന് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ എന്ത് വിചാരിക്കുക, എന്തെങ്കിലും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മഹത്വം എനിക്ക് ഉണ്ടെങ്കിൽ അത് റബ്ബ് കൊണ്ടുവന്ന് തന്നിട്ടാണ്. അല്ലെങ്കിൽ എന്റെ കയ്യിലിരിപ്പ് സത്യം പറയുകയാണെങ്കിൽ മോശം തന്നെയാണല്ലേ. ഇതുവരെ എന്തെങ്കിലും അള്ളാഹ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അള്ളയാണ് എന്നെ കൈപിടിച്ച് ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. ഞാൻ എന്തോ സംഭവമായിട്ടൊന്നും അല്ല. പണ്ടേ ഞാൻ നല്ലതാണെങ്കിൽ അതും അള്ളാഹ് എനിക്ക് തന്ന സാഹചര്യം തന്നെയാണ്. അള്ളാഹുവിന്റെ സഹായം ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇഹത്തിലും പരത്തിലും വിജയം സംഭവിക്കില്ലായിരുന്നു അല്ലെ. അള്ളാഹു നമ്മളെ കൈവിട്ട് അങ്ങ് ഒറ്റയ്ക്ക് ആക്കിയിരുന്നെങ്കിൽ നമുക്ക് ഈ തോന്നുന്ന നമ്മളുടെ മഹത്വവും നമ്മളുടെ തഖ്വയും നമ്മളുടെ എന്താണ് ഭയങ്കര സംഭവമാണെന്നുള്ള തോന്നലൊക്കെ വെറും ഒരു മരുപ്പച്ച പോലെ ആയേനല്ലേ. മരുഭൂമിയിലെ മരുപ്പച്ച നമുക്കറിയാം, ദൂരത്ത് നോക്കുമ്പോൾ എന്തോ ഉണ്ടെന്ന് തോന്നും, അടുത്തേക്ക് എത്തുമ്പോൾ മനസ്സിലാവും അവിടെ ഒന്നും ഇല്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല, നമ്മൾ മുമ്പ് തഫ്സീർ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു അല്ലെ, ഐൻ വാവ് നൂൻ, ഔനും സഹായമാണ്, നസ്റും സഹായമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യൂസ് ചെയ്തത് ഔനാണ്, ഐഹികമായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തപ്പം നസ്റാണ്. ഔനെ നമ്മൾ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സഹായം ചോദിക്കലാണ് ഔന. സുബ്ഹാനല്ലാഹ്. അപ്പം മതപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് റബ്ബിനോട് സഹായം ചോദിക്കല് നിർബന്ധമാണ്. നമ്മൾ ചെയ്യാണ്ട് റബ്ബേ നീ സഹായിക്കുക, റബ്ബേ നീ സഹായിക്കുക, റബ്ബേ നീ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നസ്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ തീരുമാനിച്ചിട്ട് തരണം, ഐഹികമായിട്ടുള്ള വിജയം അല്ലേ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളുടെ മുമ്പിൽ എപ്പോഴും നമ്മളുടെ മുമ്പിൽ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ഐഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ളത് ഉണ്ടാവും, അതിന്റെ പിന്നാലെ ഓടാനുള്ളത് ഉണ്ടാവും. ഇപ്പുറത്ത് നമുക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, നമ്മളെ ഇബാദത്തുകളാവട്ടെ, നമ്മൾ ദീനിന് വേണ്ടി ചെയ്യുന്ന എന്തുമാവട്ടെ, രണ്ടും ഉണ്ടാവും. അപ്പം അള്ളാഹു പറയുന്നു നിങ്ങൾ എല്ലാ സ്ഥലത്തും അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് മതപരമായ കാര്യങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേത് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇപ്പുറത്തുള്ളത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും, ചെയ്യണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ചെയ്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ് അത് സഹായിക്കുക. പക്ഷെ നമ്മൾ എന്തിന്റെ പിന്നാലെ ഓടുന്നത്, നമ്മൾ എന്താ ചെയ്യാറ്, നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ മതപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് ഇങ്ങനെ അലിഞ്ഞില്ലാതായി തീരുന്ന പോലെ നമ്മൾക്ക് പ്രശ്നങ്ങൾ വരും കേട്ടോ, എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിങ്ങനെ വരും, അള്ളാഹു സോൾവ് ചെയ്യും. നമ്മളിങ്ങനെ ഒരു എന്താ പറയാ ആക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് തൊടാനുള്ളത് തൊട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി അള്ളാഹു അങ്ങ് സോൾവ് ചെയ്തോളും. ഇപ്പുറത്തെ കാര്യമാണ് നമുക്ക് മെയിൻ അല്ലെ, എന്നെന്നും നിലനിൽക്കുന്നത് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ പരലോകത്തേക്കുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ വാക്കുകളുടെ ഉപയോഗം പോലും എത്ര ഭംഗിയുള്ളതാണെന്ന് ആലോചിക്കാം. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് വംകുർലി വലാ തംകുർ അലയ്യ, എനിക്ക് അനുകൂലമായി നീ തന്ത്രം പ്രയോഗിക്കണമേ, എനിക്കെതിരെ നീ തന്ത്രം പ്രയോഗിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് നമുക്കെതിരെ അള്ളാഹു ഒരു തന്ത്രവും പ്രയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അതും നമ്മളുടെ എന്താണ് വീക്ക്നെസ് കാണിക്കുന്ന ഒരു ദുആ തന്നെയാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല, അതായത് നമുക്കെതിരെ ആരെങ്കിലും സീക്രട്ട് ആയിട്ട് അല്ല, ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു തന്ത്രം എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരാൾക്കെതിരെ വേറൊരാള് അയാൾ അറിയാതെ സീക്രട്ട് ആയിട്ട് പ്രയോഗിക്കുന്ന, അതായത് അയാളെ ബാധിക്കുന്ന ഒരവസ്ഥയിൽ, അയാൾ വീക്കായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ അയാൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു എന്താണ് സൂത്രം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു അപകടം അല്ലെ, ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടമാണ് ഒരു പ്ലോട്ട് അല്ലെങ്കിൽ തന്ത്രം എന്ന് പറയുന്നത്. അപ്പം നമുക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റുകയില്ല അല്ലെ. നമുക്കെതിരെ ആരെന്ത് തന്ത്രം പ്രയോഗിച്ചാലും നമുക്ക് പറ്റൂല. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ശത്രുവാണെന്ന് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ നമുക്കെതിരെ ഒരു തന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മളെ രക്ഷിക്കും?
അല്ലെങ്കിൽ ഒരാൾ നമുക്ക് ഒരു ഫേവർ ആണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച ഒരു കാര്യം തന്നു കഴിഞ്ഞാൽ അല്ലേ, അത് അപകടമാണെന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം തന്നെ വേണം. അത്തരത്തിലുള്ള സൈലന്റ് ആയിട്ടുള്ള അപകടങ്ങൾ, അത്തരത്തിലുള്ള സൈലന്റ് ആയിട്ടുള്ള തന്ത്രങ്ങൾ നമുക്കെതിരെ പ്രയോഗിക്കപ്പെടുമ്പോൾ. അപ്പം ഈ ഒരു ദുആ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം നമ്മളുടെയൊക്കെ ചുറ്റുപാടും അല്ലെ ഒരുപാട് അപകടങ്ങൾ നമ്മൾ അറിയാതെ നമ്മളുടെ ജീവിതങ്ങളിലേക്ക് വരാറുണ്ട്. നമ്മൾ അറിയാതെ നമുക്കെതിരെ പലരും പ്ലോട്ട് ചെയ്തിട്ട് വരാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണം തേടിയേ മതിയാവും. ഇനി മനുഷ്യന്മാരുടെ പ്ലോട്ട് അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ തന്ത്രങ്ങൾ മാറ്റിവെക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്ലോട്ട് ഉണ്ട്. അതിനെക്കുറിച്ച് ശരിക്കും നമ്മൾ പേടിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ചിലർക്ക് അവരർഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവരും. അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന്. അവരുടെ കൈ ചെയ്തു വെച്ചതിന്റെ റിസൾട്ട് ആയിരിക്കും, എന്നാലും അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരും. അത് മിക്കവാറും എന്താണ്, അവർ തന്നെ ചെയ്ത എന്തെങ്കിലും കുതന്ത്രമായിരിക്കും, അല്ലെങ്കിൽ അവർ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്കെതിരെ തിരിഞ്ഞത് കൊണ്ട് വന്നതായിരിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തന്ത്രത്തെയും നമ്മൾ ശരിക്കും പേടിക്കേണ്ടിയിരിക്കുന്നു. സൂറത്ത് അൻഫാലില് 30-ാമത്തെ ആയത്തില് وإذا يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. നിന്നെ ബന്ധനസ്ഥനാക്കുകയോ കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരായി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരുന്ന സന്ദർഭം ഓർക്കുക. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. എന്നാൽ അള്ളാഹു ആണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവൻ. അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സത്യത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്ദേശത്തിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പ്ലോട്ടുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല അതിൽ നിന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിച്ചു അല്ലെ. എന്നിട്ട് അവരുടെ പ്ലോട്ടുകൾ, അവരിട്ട തന്ത്രങ്ങൾ അവർക്കെതിരെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ചു. ഈ അടുത്ത് ഞാൻ ജാക്കിർ നായിക്കിന്റെ ഒരു വീഡിയോ കാണുന്നുണ്ടായി യൂട്യൂബില്. അദ്ദേഹം പറയായിരുന്നു, ഏകദേശം ഒരു 8-9 കൊല്ലം മുമ്പാണ് അല്ലെ ഇവിടുന്ന് മൈഗ്രേറ്റ് ഹിജ്റ പോകേണ്ടി വന്നത് ഇന്ത്യയിൽ നിന്നും. അദ്ദേഹത്തിന് തീവ്രവാദിയാണെന്ന് മുദ്ര കുത്തിയതിന്റെ പേരിൽ മലേഷ്യയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പം അദ്ദേഹം ചെയ്യുന്ന ദാവയുടെ എത്രയോ ഇരട്ടി, 9-10 ഇരട്ടി ദാവ അദ്ദേഹത്തിന് അവിടെ വെച്ച് ചെയ്യാൻ പറ്റി. ഇന്ത്യയിൽ അദ്ദേഹത്തിന് ആ സമയത്ത് ഉണ്ടായിരുന്ന ഫോളോവേഴ്സിനെക്കാളും 10-12 ഇരട്ടി ഇപ്പം അവിടെ മലേഷ്യയിലുള്ളപ്പം ഫോളോവേഴ്സ് ഉണ്ട്. ജാക്കിർ നായിക്കിന്റെ ദാവയെ നിർത്താൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ട് പ്ലോട്ട് ചെയ്ത പ്ലോട്ടാണത്. പക്ഷെ ദാവ എത്രയോ മടങ്ങ് അള്ളാഹു സുബ്ഹാനഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പം അവരും തന്ത്രം മെനഞ്ഞു, അള്ളാഹുവും തന്ത്രം മെനഞ്ഞു അല്ലെ. അള്ളാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹുവിന്റെ തന്ത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള തന്ത്രം. അപ്പൊ അവര് എന്താണ്, അവർക്ക് പ്രയോജനം കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇവിടുത്തെ പ്രവർത്തനം തടയാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. ഇപ്പൊ ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ ദാവ അദ്ദേഹം ചെയ്യുന്നു. എത്രയോ ആളുകൾ അദ്ദേഹം റിവേർട്ട് ചെയ്യിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അവരെന്താണോ അവർക്ക് പ്രയോജനം കൊണ്ടുവരും എന്ന് വിചാരിച്ച് നടത്തിയത്, അത് അവരുടെ തന്നെ എന്താണ് അപകടത്തിന്, അവരെ തന്നെ മറിഞ്ഞു വീഴാൻ കാരണമായേക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് നഹ്ലില് 26-ാമത്തെ ആയത്തിൽ പറയുന്നു, قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون. അവരുടെ മുമ്പുള്ളവരും തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കെട്ടിപ്പൊക്കിയതിന്റെ അടിത്തറകൾക്ക് തന്നെ അള്ളാഹു നാശം വരുത്തി. അങ്ങനെ അവരുടെ മുകൾ ഭാഗത്ത് നിന്ന് മേൽക്കൂര അവരുടെ മേൽ പൊളിഞ്ഞു വീണു. അവർ ഓർക്കാത്ത ഭാഗത്ത് നിന്ന് ശിക്ഷ അവർക്ക് വരികയും ചെയ്തു. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഉപമയാണ്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു തആലക്കെതിരെയും അല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരെയും തന്ത്രം മെനയുന്നവർക്ക് അള്ളാഹു അവരുടെ ബിൽഡിങ്ങിനെ, അവരുടെ കെട്ടിടത്തിനെ എന്താണ് അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക എന്ന് പറയുന്നത്. അതായത് അവര് എന്താണോ കെട്ടിപ്പൊക്കിയത്, അവരെന്താണോ തന്ത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത്, അതിനെ അള്ളാഹു എന്ത് ചെയ്യും, അടിത്തറയിൽ തന്നെ ഇങ്ങോട്ട് വലിച്ചു കളയും. അത് അടിത്തറ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് മേൽക്കൂര ഉണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ അല്ലേ, അത് കംപ്ലീറ്റ്ലി നശിച്ചു പോകും. അപ്പം മേൽക്കൂര നശിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവര് നശിപ്പിക്കപ്പെടും. അതായത് അവര് പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് അവർക്ക് പരീക്ഷണം അല്ലെങ്കിൽ ശിക്ഷ വരും. അപ്പൊ ഏതൊരാള് മറ്റൊരാൾക്കെതിരെ ഒരു ഉപദ്രവം വരുത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുവോ,
അവര് ഇത് ശരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആർക്കെങ്കിലും എതിരെ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഉറക്കം കെടുത്തുന്ന ആയത്തുകളാണത്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ദുആ ആണത്. പക്ഷെ നമ്മളിത് കേൾക്കുമ്പോൾ ഇത്രയും കേട്ടപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും, അത് അവിശ്വാസികളെ കുറിച്ചല്ലേ, അല്ലെ? നമ്മള് വിശ്വാസികൾ ഇതിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട, അള്ളാഹു നമുക്കെതിരെ എന്താണ് പ്ലോട്ടൊന്നും കൊണ്ടുവരൂല, കുതന്ത്രങ്ങളൊന്നും കൊണ്ടുവരൂല. സൂറത്ത് അറാഫില് 99-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമിനു മക്റല്ലാഹി ഫലാ യമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അപ്പോൾ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി തന്നെ അവർ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നഷ്ടം പറ്റിയ ഒരു ജനവിഭാഗമല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെ പറ്റി നിർഭയരായിരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രത്തിനെ കുറിച്ച് എനിക്ക് യാതൊരു പേടിയുമില്ല, അല്ലെങ്കിൽ അള്ളാഹു എനിക്കെതിരെ തന്ത്രം പ്രയോഗിക്കൂല എന്ന് വിശ്വസിക്കുന്നവർ എത്തരത്തിലുള്ള ആളുകളാന്ന് പറഞ്ഞാല് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ കുറിച്ച് ഭയമില്ല, പ്ലസ് അവർക്ക് അവരുടെ തഖ്വയെ കുറിച്ച് ഭയങ്കര ആത്മവിശ്വാസമാണ്. ഞാൻ സംഭവമാണ്, എന്റെ മേൽ അള്ളാഹു തന്ത്രമൊന്നും കൊണ്ടുവരൂല, അല്ലെങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടൂല എന്ന് വിചാരിക്കുന്നവര് മാത്രമാണ്. ആ ഒരു ഫീലിംഗ് ആർക്കും ഉണ്ടായിക്കൂടാ. സുബ്ഹാനല്ലാഹ്, ആ ഒരു ഫീലിംഗ് നമുക്ക് ആർക്കും ഉണ്ടായിക്കൂടാ. നമുക്കെല്ലാവർക്കും തിന്മകളുണ്ട്, അല്ലെ? നമുക്ക് പലർക്കും നമ്മൾ ചെയ്യുന്ന തിന്മകളൊക്കെ, ഞാൻ അത്ര വലിയ തെറ്റൊന്നും ഒരു ദിവസം എനിക്ക് അങ്ങനെ എഴുതാൻ മാത്രമൊന്നും ഇല്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, പലതും നമുക്ക് അറിയ പോലും ഇല്ല നമ്മൾ ചെയ്യുന്ന തിന്മകളാണെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വേറൊരു ദുആ ഉണ്ട്, ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ഖതീഅതി വജഹ്ലി വഇസ്റാഫി ഫി അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. അതായത്, അള്ളാഹുവെ നീ എന്റെ തിന്മകൾ പുറത്തു തരണമേ, എന്റെ അറിവില്ലായ്മയും, അല്ലെങ്കിൽ എന്റെ അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന തിന്മകൾ നീ പുറത്തു തരണേ, എന്റെ കാര്യങ്ങളിലെ അതിര് കവിയല്, പിന്നെന്താണ്, നിനക്ക് എന്നെക്കാൾ അറിയുന്ന കാര്യങ്ങളും. സുബ്ഹാനല്ലാഹ്, അപ്പൊ നമ്മൾ അറിയാത്ത ഒരുപാട് തിന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ നന്മയാണെന്നാണ്. ഇപ്പോഴും ഒരു പക്ഷെ നമ്മൾ എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നവരാണ്. ഓക്കെ, നമുക്കറിയില്ല നമ്മൾ ആ ചെയ്യുന്നത് തിന്മയാണെന്ന്. അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ പ്ലോട്ട് നമുക്കെതിരെ ഉണ്ടാവില്ല, അത് അവിശ്വാസികൾക്ക് മാത്രമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ ചെയ്ത തിന്മകൾക്ക് നമുക്കെതിരെയും അള്ളാഹുവിന്റെ അടി വന്നേക്കാം. നമുക്ക് നമ്മളുടെ ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തേക്കാം. നമുക്കറിയാം അല്ലെ, നമ്മളുടെ മിക്ക ഇബാദത്തുകളും നമ്മളുടെ മടിയും അശ്രദ്ധയും ഒരുപക്ഷെ റിയാവും അല്ലെങ്കിൽ അതുപോലെയുള്ള പല കുറവുകളും കാരണം സ്റ്റെയിൻഡ് ആയിട്ടുള്ള, കറ പറ്റിയിട്ടുള്ള ഇബാദത്തുകളാണ് നമ്മളുടെതൊക്കെ, അല്ലെ? അപ്പൊ നമ്മളുടെ തിന്മകളെ കുറിച്ച് തന്നെ ശരിക്കും അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ പലപ്പോഴും നമ്മളുടെ ഇബാദത്തുകൾ ആത്മാർത്ഥമല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയം കൊടുത്തിട്ടല്ല എന്ന് മനസ്സിലാകുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ തിന്മകളെ കുറിച്ചുള്ള ബോധമുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പണിഷ്മെന്റ്, ശിക്ഷ ലേഹത്തിലും വന്നേക്കാം, പരത്തിലും വന്നേക്കാം. അപ്പം നമ്മൾ ഈ ഒരു ദുആ, അല്ലെ, അള്ളാഹുവിന്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള ദുആ നമുക്കും നിർബന്ധമാണ്. അത് അവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല. എപ്പോ വേണമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ നമ്മൾ ചെയ്തു വെച്ചതിന്റെ കാരണം വന്നേക്കാം. നമുക്ക് തോന്നുകയാണ് നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊരു തിന്മയും ചെയ്യുന്നില്ല, നമ്മൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ. നമ്മൾ ചെയ്തതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പം പിടിച്ചേക്കാം, നമ്മൾ ഇവിടുന്ന് തന്നെ പിടിച്ചേക്കാം. അപ്പം ഒരു വിശ്വാസി ഒരിക്കലും അവന്റെ തിന്മയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് നിർത്തൂല. എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നത് വരെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ വിശ്വാസിക്ക് പേടിയാണ്. ഞാൻ ചെയ്തു പോയത്, ഞാൻ അറിഞ്ഞു ചെയ്തു പോയത്, ഞാൻ അറിയാതെ ചെയ്തു പോയത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് എപ്പോഴും ഭയമാണ്. അതുകൊണ്ട് തന്നെ അവൻ കഴിവിന്റെ പരമാവധി, അല്ലെ, ആ ഒരു പേടി ഉള്ളിലുള്ളപ്പോഴാണ് അവൻ അതിൽ നിന്ന് മാറി നിൽക്കാനും ആ ചെയ്തു പോയ തിന്മകളെ കുറിച്ച് തൗബ ചെയ്യാനും ഒക്കെ ശ്രമിക്കുള്ളൂ. ആ പേടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ആളൊരു ഓക്കെ ആണ്, അല്ലെ, ആ ഒരു ചിന്തയാണ് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുക. അത് തിരുത്താനും, അത് തെറ്റുണ്ടോന്ന് അറിയാനും ശ്രമിക്കൂല, ഇനി അറിഞ്ഞാൽ തിരുത്താനും ശ്രമിക്കൂല, തൗബ ചെയ്യാനും ശ്രമിക്കൂല. നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ വിശ്വാസികളിൽ പെടുന്നോ അവിശ്വാസികളിൽ പെടുന്നോ എന്നുള്ളത്. പ്ലസ് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത്, അള്ളാഹുവേ ഇത്തരത്തിലുള്ള തിന്മകളിൽ പെടുന്നതിനെ കുറിച്ച് തന്നെ കാത്തുരക്ഷിക്കണമേ. തുടർന്ന് ഈ ഒരു ദുആല് പറയുന്നത്, വഹ്ദിനി വയസ്സിരിൽ ഹുദാലി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഹിദായത്ത് കാണിക്കാനും ഹിദായത്ത് എളുപ്പമാക്കാനും വേണ്ടി പറയാണ്. എന്നെ നേർമാർഗത്തിൽ ചേർക്കണമേ, എന്റെ നേർമാർഗം നീ എനിക്ക് എളുപ്പമാക്കി തരണമേ. ഹിദായത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലെ, നന്മയിൽ നിന്ന് തിന്മ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവാണ് ഹിദായത്ത്.
യസ്സിറിൽ ഹുദാലി എന്ന് പറയുമ്പോൾ ആ അറിഞ്ഞ അറിവിനെ ബേസ് ചെയ്ത് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പ്രവർത്തിക്കാനുള്ള എളുപ്പമാണ് ചോദിക്കുന്നത്. കാരണം ഒരു പക്ഷേ നമുക്കൊക്കെ അറിവുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ, പക്ഷെ യസ്സിറിൽ ഹുദാലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹുവേ അറിവില്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരണേ. കൺഫ്യൂഷൻസിലെ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് അറിയാത്തതുണ്ടാവും, അതിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ. സത്യം ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണേ, സത്യം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതാവരുതേ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാകരുത്. ഇതൊക്കെയാണ് വഹ്ദിനി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടും ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഭയങ്കര ശുദ്ധനാണോ തക്കവയുള്ളവനാണെന്ന് നീ ഞങ്ങളെ തോന്നിപ്പിക്കരുതേ. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കുഞ്ഞു വാക്ക് വഹ്ദിനി എന്നതിൽ ഉൾക്കൊള്ളിരിക്കുന്നത്. എന്നാൽ സെക്കൻഡ് പാർട്ട് വയസ്സിരൽ ഹുദാലി എന്ന് പറഞ്ഞെടുത്ത അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത് ആ ഒരു ആഗ്രഹം, എന്ത്, നിന്റെ ഗൈഡൻസ് നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്ന മനസ്സിലാക്കലൊക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനെ പിന്തുടരാനുള്ള ഒരു ഇച്ഛ അല്ലെ. നമുക്ക് തിന്മകൾ ചെയ്യാനാണ് ഭയങ്കര ഒരു ത്വര, അതിനെ കടത്തി വെട്ടുന്ന ഒരു ത്വര ഞങ്ങൾക്ക് നിന്റെ ഹിദായത്തിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് ആ ഒരു പവർ നീ തരണേ, അതിന് പറ്റിയ സാഹചര്യങ്ങൾ നീ തരണേ എന്ന് പറയണം. എളുപ്പമാക്കണം, അതിന് പറ്റിയ സാഹചര്യങ്ങൾ തരുമ്പോഴാണ് നമുക്കത് എളുപ്പമാവുന്നത് അല്ലെ. അപ്പം വയസ്സിരിൽ ഹുദാലി, പലർക്കും സത്യം ശരിക്കും എന്താണ് ശരി എന്താണ് തെറ്റെന്ന് കറക്റ്റ് ആയിട്ട് അറിയായിരിക്കും, പക്ഷെ അത് ഫോളോ ചെയ്യൽ ഒരു ഭാരമായിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും അതിനകത്ത് പെട്ടവരാണ് അല്ലെ. ചില കാര്യങ്ങളെങ്കിലും നമുക്ക് അതിന്റെ ശരിയും തെറ്റും ഒക്കെ അറിയാം, പക്ഷെ അത് ഫോളോ ചെയ്യൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതൊരു ഭാരമായിരിക്കും നമുക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പൊ വയസ്സിർ, അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത് അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുക. സത്യം ശരിക്കും അറിയായിരിക്കും, ഒരു കാര്യത്തിലെ ശരിയും തെറ്റും ശരിക്കും അറിയായിരിക്കും, പക്ഷെ വേറെ ഏതോ ഒരു വഴിയോടായിരിക്കും കൂടുതൽ താല്പര്യം, അവന്റെ ഇച്ഛകളുടെ വഴിയിനോടായിരിക്കും കൂടുതൽ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ആ ഒരു ഹിദായത്ത് നീ തന്നാൽ മാത്രം പോരാ, അതിനെ നീ എളുപ്പമാക്കുകയും വേണം അല്ലെ. നമ്മൾ എത്രത്തോളം വീക്കാന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് തന്നതുകൊണ്ടും നമുക്ക് കാര്യമില്ല അല്ലെ, അത് നമുക്ക് ചിലപ്പോൾ അത് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ അല്ലാഹുവേ നീ അത് എളുപ്പവും കൂടെ ആക്കിത്താ, അതിന്റെ വഴിയിലുള്ള നിന്റെ ഹിദായത്തിനെ ഫോളോ ചെയ്യുന്നതിന്റെ വഴിയിൽ ഞങ്ങൾക്ക് വരുന്ന തടസ്സങ്ങളെയൊക്കെ നീ നീക്കിത്താ. അത്ര വീക്കാ നമ്മൾ അല്ലേ. ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഹിദായത്ത് അവിടെ നിന്നിടത്ത് നിന്നോ, പിന്നെ മുന്നോട്ട് പോവില്ല. ഒരു തടസ്സം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഹിദായത്ത് ഉണ്ടെങ്കിലും ആ ഹിദായത്തിൽ നിന്നുള്ള സന്തോഷം നമുക്ക് കിട്ടൂല, കാരണം നമുക്ക് അതിനനുസരിച്ച് പ്രവൃത്തി ചെയ്യാൻ പറ്റൂല. അപ്പൊ അള്ളാഹുവെ നീ അത് എളുപ്പമാക്കിത്താ. പിന്നെ ഈ ഹദീസ് പറയുന്നത് എന്താണ്, അള്ളാഹുവിന്റെ അടുത്ത് വൻസുർനി അലാമൻ ബഗ അലയ്യ, എന്റെ മേൽ അക്രമം അഴിച്ചു വിടുന്നതിനെതിരെ നീ എന്നെ സഹായിക്കണമേ. നമ്മൾക്കെതിരെ അല്ലെ, നമ്മളെ ഒപ്രഷൻ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുന്നവര് നമ്മളുടെ എല്ലാവരുടെയും ചുറ്റുപാട് ഉണ്ട് അല്ലെ. അപ്പം അള്ളാഹുവെ അതിനെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ദുആ, അതായത് നമ്മളെ ഹിദായത്തിന്റെ പറഞ്ഞിട്ടുള്ള ദുആക്കും ഇതിനും തമ്മിലൊരു കണക്ഷനും കൂടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ഹിദായത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ, അള്ളാഹുവിന്റെ അടുത്ത് ഹിദായത്ത് എന്താണ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ, ഒരാള് നമ്മളോട് എന്തെങ്കിലും ഒരു തിന്മ ചെയ്തു എന്ന് വിചാരിക്കുക, നമ്മളെ ഏതെങ്കിലും രീതിയിൽ മാനസികമോ ശാരീരികമോ ആയിട്ട് ഉപദ്രവിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരാം നീതിയൊന്നും അല്ല അല്ലെ. അവർക്ക് സ്വാഭാവികമായ മനുഷ്യന്മാരുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരെ അവരോടുള്ള ദേഷ്യം, വെറുപ്പും പകയും ഒക്കെയാണ് അല്ലെ. എന്നോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരോട് അത് അങ്ങനെയും ചെയ്യണം അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് നമ്മള് അള്ളാഹുവെ നിന്റെ ഹിദായത്ത് ഫോളോ ചെയ്യാൻ എളുപ്പം താന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, ഒരാൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ ഹിദായത്ത് മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഏത് രീതിയിലും പ്രതികരിച്ചേക്കാം. അവര് ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3 തെറ്റ് തിരിച്ച് ചെയ്തിട്ട് അവരോട് നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കുന്നവരായേക്കാം. അപ്പൊ നമ്മളെ അടുത്ത് ഒരാൾ നമുക്കൊരു അപകടം വരുത്തി കഴിഞ്ഞാൽ ആ ഒരു അവരോട് പ്രതികരണം പോലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹിദായത്തിന്റെ ലിമിറ്റിൽ നിന്നിട്ടായിക്കൊള്ളണം. അപ്പൊ ആദ്യം അത് ചോദിച്ചു വെച്ചിട്ടാണ് ഇത് പറയുന്നത്. എന്നെ ഉപദ്രവിക്കുന്നവർക്ക് എന്താണ്
വൻസുർനി അലാമൻ ബഗാ അലയ്യ, എന്റെ മേൽ അതിക്രമം അഴിച്ചുവിടുന്നതിനെതിരെ നീ സഹായിക്കണമേ അല്ലേ. അപ്പം അവരോട് സഹായിക്കുന്നതിന് മുമ്പ് ആദ്യം എന്റെ ഹിദായത്ത് സെറ്റാക്കണം. കാരണം അവരെന്നോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ച് 3 ഇരട്ടി ചെയ്തു കഴിഞ്ഞാൽ 4 ഇരട്ടി ചെയ്തു കഴിഞ്ഞാൽ പോയില്ലേ കാര്യം. അപ്പൊ ആദ്യം എന്റെ ഹിദായത്ത് അവിടെ സെറ്റാക്കി വെക്കുകയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ബിറ്റർ ഫീലിംഗ് അവരെ നമ്മളോട് ചെയ്ത അനീതിയുടെ മുറിവുകള് കാരണം നമ്മളുടെ കണ്ണ് ബ്ലൈൻഡ് ആയി പോകരുത്, കണ്ണ് അന്ധരായി പോകരുത്. നമ്മളുടെ തഖ്വയും നീതിയും ഒക്കെ മറന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അല്ലെ തഖ്വ, നീതി, അതൊക്കെ മറന്ന് അവരോട് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു അവസ്ഥയിൽ ആയി പോകരുത്. ശരിക്കും ഒരാള് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അനീതി നമ്മളോട് കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഡാമേജിങ് ആണ് അല്ലെ. നമുക്ക് മോറൽ സൈഡും നമ്മളെ വീക്കാവും, ഫിസിക്കലി മാനസികമായിട്ട് വീക്കാവും, അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും, നമുക്ക് പല പ്രശ്നങ്ങളും വരും. അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചെങ്കിൽ തന്നെ നമുക്ക് അതിന് സഹായം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മളോട് ഉപദ്രവം ചെയ്തവർക്കെതിരെ അള്ളാഹുവിനോട് സഹായം തേടുക, അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുക, ആ അനീതി നീ തിരിച്ചു കളയെ, അവർ എന്നോട് ചെയ്തത് നീ അവരിലേക്ക് തിരിച്ചു കളയെ, എനിക്ക് അത് കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കല്ലേ റബ്ബേ. സുബ്ഹാനല്ലാഹ്, അവര് ചെയ്തത് അവരിലേക്ക് തന്നെ റബ്ബ് തിരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ അല്ലെ. അപ്പം അത് അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിർത്തിയാലേ നമുക്ക് എന്താവും, നമുക്ക് സ്വയം ഹീലാവാൻ പറ്റുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അവര് നമ്മളോട് ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാല് നമുക്കൊരു സമയം കിട്ടൂല, നമുക്ക് സ്വയം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ടും നമ്മൾക്കൊരു പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് പറയണം, അള്ളാഹുവേ നീ അവരുടെ ഈ അനീതി നീ തന്നെ നിർത്ത്. കാരണം ഈ ഭൂമിയിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അല്ലെ ഒപ്രഷൻ അല്ലെങ്കിൽ പീഡനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ തന്നെ അത് നിർത്തിത്താ, എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അത്രയാണ് ഒന്നാമത്തെ പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുസരണയുള്ളവരായി തീരാൻ വേണ്ടിയിട്ട്. റബ്ബി ജഅൽനി ലക ശക്കാറൻ ലക ദക്കാറൻ ലക റഹാബൻ ലക മിത്വാഅൻ ലക മുഖ്ബിതൻ ഇലൈക അവ്വാഹം മുനീബ. നിനക്ക് ധാരാളം നന്ദി ചെയ്യുന്നവനും നിന്നെ ധാരാളമായി ഓർക്കുന്നവനും നിന്നെ ധാരാളമായി ഭയപ്പെടുന്നവനും നിന്നെ അനുസരിക്കുന്നവനും നിന്നിലേക്ക് ആശ്രയിക്കുന്നവനും നിന്നോട് അടുത്തവനുമാക്കണമേ റബ്ബേ. ഈ ദുആല് ഒരു സെറ്റ് അല്ലെ, കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും ഹൈപ്പബോളിക് അല്ലെങ്കിൽ എന്താ പറയാ എക്സ്ട്രീം ആണ്, മുബാലഗ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഷക്കാറൻ, ദക്കാറൻ, റഹാബൻ. ഓക്കെ, അതായത് ഈ ഓരോ കാര്യങ്ങളും ശുക്ർ നന്ദി ഉണ്ടാവുന്നതിന്റെ പീക്കാണ് ഷക്കാറൻ, ദക്കാറൻ. എല്ലാത്തിന്റെയും എക്സ്ട്രീമിറ്റി ആണ് ഇവിടെ ചോദിക്കുന്നത്. വാക്കുകളുടെയൊക്കെ ഉപയോഗം ഭയങ്കര ഭംഗിയാ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഓരോ സ്വഭാവവും ഈ ഓരോ കാര്യങ്ങളും എന്റെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റണമേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഫഅല എന്നുള്ള പാറ്റേൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിനാണ് ഫഅലൻ. അതായത് ശുക്ർ കാണിക്കല്ലേ. ശുക്ർ എന്നുള്ളതിന് ഷക്കാറൻ ആകുമ്പം നിരന്തരം ശുക്ർ കാണിച്ചുകൊണ്ടിരിക്കുന്നവൻ. റബ്ബി ജഅൽനി ലക ഷക്കാറൻ, നിനക്ക് നിരന്തരം നന്ദി ചെയ്യുന്നവനായിട്ട് നീ എന്നെ മാറ്റണമേ. സുബ്ഹാനല്ലാഹ്. നമ്മളിതൊരു ദുആ ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ പറയോ? ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കും. ഇനി മലയാളത്തിൽ ഇമാതിരി വാക്കുകൾ ഉണ്ടോ? ഒറ്റ വാക്കുകൊണ്ട് ഇത്രയും വലുതൊക്കെ കാണിക്കാൻ പറ്റുന്നല്ലേ. അപ്പം ആ ചെയ്യുന്ന കാര്യം നിരന്തരവും അത് ഏറ്റവും പീക്കായിട്ട് മാക്സിമം ചെയ്യുന്നതും കൂടെ ആവുമ്പോഴാണ് അത് ഫഅലൻ ഫോർമാറ്റിൽ ആവുന്നത്. ഏറ്റവും പീക്കും ചെയ്യാം, സ്ഥിരമായിട്ടും ചെയ്തുകൊണ്ടിരിക്കാം. മാത്രമല്ല ഈ ഒരു സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഫസ്റ്റ് റബ്ബി ജഅൽനി ലക, ഇവിടെ ആദ്യം തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആരിലേക്കാണ്? റബ്ബിലേക്കാണ് അല്ലെ. അപ്പൊ റബ്ബ് എന്നുള്ള വാക്ക് ആദ്യം തന്നെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നന്ദി ചെയ്യലും നിന്നെ ഓർക്കലും ഭയപ്പെടലും അനുസരിക്കലും ഒക്കെ ആരിലേക്കുള്ളതാണ്? റബ്ബിലേക്ക്. അപ്പൊ അവിടെ ആദ്യം റബ്ബിനെ നിർത്തിയിട്ട് അല്ലെ, റബ്ബി ജഅൽനി, എല്ലാം നിനക്ക് വേണ്ടിയിട്ട്. കാരണം നിന്നെയാണ് ഞങ്ങള് സ്നേഹിക്കുന്നതും നിന്നെയാണ് ഞങ്ങൾ ഭയപ്പെടുന്നതും. അല്ലാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അല്ലെ ഭയങ്കര ഇന്റിമേറ്റ് ആവാൻ വേണ്ടിയിട്ട്, അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചൊരു ബോധമുള്ളവരായിരിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും അള്ളാഹുവിനോട് അടുത്തിട്ടുള്ളവരായിരിക്കാൻ വേണ്ടി. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പാർട്ടിലുണ്ട് ദുആയില്. ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് എന്താണ് പറയുന്നത്? ഷക്കാറൻ അല്ലേ, നന്ദിയുള്ളവനായിരിക്കണേ, എല്ലാ സമയത്തും നിന്നോട് നന്ദിയിരിക്കും. നീ തന്ന ചെറുതും വലുതുമായിട്ടുള്ള ഗിഫ്റ്റുകൾക്ക്, നീ സ്ഥിരമായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ബ്ലെസ്സിങ്സിന് അല്ലേ. ഞങ്ങൾ മറന്നു പോയേക്കാം,
ഞങ്ങൾ മറന്നു പോകുംല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം നന്ദി പറഞ്ഞ് നിർത്തുന്നവനാക്കരുത് നീ എന്നെ സ്ഥിരമായിട്ട് മാക്സിമം നന്ദി പറയുന്നവനാക്ക്. സുബ്ഹാനല്ലാഹ്, എന്താ വാക്കല്ലേ. എനിക്കറിയാം ഞാൻ ഒരു പ്രാവശ്യം ഇപ്പൊ എന്തെങ്കിലും കണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് എനിക്കത് അങ്ങ് മറന്നു പോകും. പക്ഷെ നീ എന്നെ അങ്ങനെ വിടല്ലേ, നീ എന്നെ സ്ഥിരമായിട്ട് മാക്സിമം നന്ദി കാണിക്കുന്നവനാക്ക. സൂറത്ത് സബയില് 13-ാമത്തെ ആയത്ത്, വഖലീലും മിൻ ഇബാദിയ ശകൂർ, അല്ലെ, തികഞ്ഞ നന്ദിയുള്ളവർ എന്റെ ദാസന്മാരിൽ അപൂർവം അത്രേ. സുബ്ഹാനല്ലാഹ്, നമ്മള് മനുഷ്യന്മാര് പൊതുവെ നന്ദി കെട്ടവരാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വളരെ എന്താ പറയാ, വളരെ ആ കാര്യത്തിൽ നമ്മൾ എന്താ പറയാ, കെയർലെസ് ആണ് അങ്ങനത്തെ കാര്യത്തിൽ. എപ്പോഴെങ്കിലൊക്കെ ഒരു ബോധം ഉദിക്കുമ്പോൾ ചെയ്യാന്നുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ നാവ് ചെയ്യുമായിരിക്കും, മനസ്സിലേക്ക് അത് എത്തുന്നുണ്ടാവില്ല. അപ്പം ഇങ്ങനെ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കണം, മാക്സിമം നന്ദിയുള്ളവനായിരിക്കണം എന്നുള്ള ദുആ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ആലോചിക്കാം. അബൂ ദർദ റളിയല്ലാഹു അൻഹു ഹയാത്ത് സലഫ് ബൈന അൽ ഖൗൽ വൽ അമൽ എന്ന ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു രാത്രി പോലും ഉറങ്ങി എണീറ്റിട്ടില്ല. എങ്ങനെയല്ലാതെ, അതായത് ആരെങ്കിലും എനിക്കൊരു ഉപദ്രവം വരുത്തുകയും അതിനെ അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് തന്ന അനുഗ്രഹമായിട്ട് കാണാതിരിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെയെന്ന്. അതായത് എല്ലാ ദിവസവും ആരെങ്കിലും എനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കും അറിയാം അല്ലെ, ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആൾക്കാരിൽ നിന്ന് എന്നും ഉണ്ടാവും. ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്കെങ്കിലും, ഒരു നോട്ടമെങ്കിലും എന്തായാലും ഒരു ദിവസം രാവിലെ ആയി രാത്രി ആവുന്നതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും. നമ്മൾ പുറത്തേക്ക് പോയില്ലെങ്കിൽ വീട്ടിനകത്തുള്ളവരെങ്കിലും, ഈ വീട്ടിനകത്ത് ആരും ഇല്ലെങ്കിൽ നമ്മൾ ഫോണിൽ ചാറ്റ് ചെയ്യുന്നവരെങ്കിലും സംസാരിക്കുന്നവരെങ്കിലും അല്ലെ, ഏതെങ്കിലും രീതിയിൽ. പക്ഷേ അതൊക്കെ ഞാൻ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ള എനിക്കുള്ള അനുഗ്രഹമാണെന്ന് ചിന്തിക്കാതെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങി എണീറ്റിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അപ്പൊ അവരെത്രത്തോളം നന്ദിയുള്ളവരായിരിക്കും അല്ലെ. ശരിയാണ്, അപകടങ്ങളിൽ നിന്നുള്ള സേഫ്റ്റി എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് നന്ദി പറയേണ്ട കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാ അല്ലെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാറുണ്ട്. ചിലത് നമുക്ക് മനസ്സിലാവാറ് പോലും ഇല്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഉണ്ടാവുന്ന അപകടങ്ങൾ പോലും, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു വരുന്ന ബുദ്ധിമുട്ടുകൾ പോലും അള്ളാഹുവിന് നന്ദി അർഹിക്കുന്ന കാര്യങ്ങളാണ്, അതിനെ ശരിയായ രീതിയിൽ നോക്കി കാണുകയാണെങ്കിൽ. ഇതേ ഗ്രന്ഥത്തില് പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം, ഒരു മനുഷ്യൻ രോഗിയാവുകയും, ഇതൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഹദീസ് അല്ല, ഹയാത്ത് സലഫ് ബൈനൽ ഖൗൽ വൽ അമൽ. ഒരു മനുഷ്യൻ രോഗിയാവുകയും ആ മനുഷ്യന്റെ രോഗം മാറുകയും ചെയ്തു. എന്നിട്ട് അയാള് എന്താ, പ്രത്യേകിച്ച് പുതിയ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അയാൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ഒരു തിന്മയും നിർത്തുന്നുമില്ല എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ മലക്കുകൾ മീറ്റ് ചെയ്തിട്ട് അവർ മീറ്റിംഗ് നടത്തിയിട്ട് അവർ പറയുമല്ലോ, നമ്മൾ ഇയാൾക്ക് മെഡിക്കേഷൻ കൊടുത്താണല്ലോ, മരുന്ന് കൊടുത്തതാണല്ലോ, പക്ഷെ അയാളെ മരുന്ന് അയാൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് തരുന്ന രോഗങ്ങള് മലക്കുകള് നമുക്ക് തരുന്ന മരുന്നുകളാണ്. എന്തിന്? അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇബാദത്തെങ്കിലും എക്സ്ട്രാ, അല്ലെങ്കിൽ ഒരു നന്മയെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു തിന്മയിൽ നിന്നെങ്കിലും മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ജീവിതത്തിൽ ഡെയിലി എന്ന് പറയുന്ന പോലെ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നവരാണ് നമ്മൾ അല്ലെ. പുതിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെങ്കിലും നമ്മളടുത്ത് സംസാരിച്ചതോ ചെയ്തതോ പറഞ്ഞതോ ഇഷ്ടമില്ലാണ്ടോ എന്തെങ്കിലും, അപ്പം അത് മാറിക്കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ ഒരു നന്മയോ അല്ലെ നന്മ ചെയ്യോ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ മലക്കുകൾ ചേർന്നിട്ട് പറയും പോലും, എന്ത്, ഞാൻ അവർക്ക് മരുന്ന് കൊടുത്താണല്ലോ, ആ മരുന്ന് അവന് ഫലിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എല്ലാത്തിലും ബ്ലെസ്സിങ് ആണ്, എല്ലാ അനുഗ്രഹങ്ങളാണ്. നമ്മൾ കാണുന്ന നന്മകൾ അല്ലെങ്കിൽ നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത് മാത്രമല്ല, നമുക്ക് ഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാം അനുഗ്രഹങ്ങളാണ്. അൽഹംദുലില്ലാ, അതെല്ലാം എന്താണെന്ന് പോലും ഇല്ലാണ്ട് നമ്മളെ എന്താണ് നന്ദികേടിലേക്കാണ് നയിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിനെ അല്ലാത്ത എന്തിനെയോ ഇബാദത്ത് ചെയ്യുന്നവരായി പോയേക്കാം. അള്ളാഹുവിന് നന്ദിയോട് കാണിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വേറെ ആർക്കൊക്കെയോ ആയിരിക്കും നന്ദി കാണിക്കുന്നത് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഉപദ്രവം വന്നു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ, ഇത് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് ഹൈറിനെ തന്നതാണ്, ഇത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ തന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കാതെ, അള്ളാഹു എന്നാലോ ഓൻ അങ്ങനെ ചെയ്തല്ലോ, ഓൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് പിറ്റേന്ന് ആരെങ്കിലും വന്ന് നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് തന്നോന്ന് വെച്ചാൽ, സംസാരിച്ച് സോൾവ് ചെയ്ത് തന്നു, അപ്പൊ നമ്മൾ നാച്ചുറലി ആരെയാണ് താങ്ക് ചെയ്യുക? ഈ ഹെൽപ്പ് ചെയ്ത ആളല്ലേ, ഹെൽപ്പ് ചെയ്ത ആളോടാണ്, ഞങ്ങൾ ഉണ്ടായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്കുള്ള നന്ദി മനുഷ്യന്മാരിലേക്ക് മാറിപ്പോകും.
അപ്പം അങ്ങനെ നന്ദി ഉള്ളവരാകാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് കാണിച്ചുകൊണ്ടേയിരിക്കാൻ, എന്ത് സംഭവിച്ചോട്ടെ, പ്രത്യേകിച്ച് നെഗറ്റീവ് നമുക്ക് നെഗറ്റീവാന്ന് തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ്, ഇത് ഖൈറിനാണ് അല്ലെ. അപ്പം അങ്ങനെയുള്ള ഒരു നന്ദി കേടാണ് നമുക്ക് വരുന്നെങ്കിൽ അത് എന്താവും, നമ്മൾ സാവധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന നന്മകൾ കാണാൻ പറ്റാണ്ടാവും നമുക്ക്. അങ്ങനെ അത് പറ്റാണ്ടാവുമ്പോൾ നമ്മൾ മെല്ലെ ഡിപ്രഷനിലേക്കും നമ്മളുടെ ജീവിതത്തിലുള്ള തൃപ്തിയിലേക്കും ഒക്കെ നമ്മൾ പോകും. അതേസമയം നമ്മൾ എല്ലാത്തിലും ഒരു നന്മ കാണാൻ, അൽഹംദുലില്ലാഹ് ഇത് ഖൈറിനാണ് അത് ഖൈറിനാണ് നമ്മൾ കാണാൻ ശ്രമിക്കാൻ തുടങ്ങുന്നവരാവട്ടെ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കര തൃപ്തരായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അൽഹംദുലില്ലാഹ്. അപ്പം ആ ഒരു നന്ദിയുടെ വ്യൂ കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഹംദിന്റെ വ്യൂ കൊണ്ട് നമ്മൾ ഈ ലോകത്തിനെ കാണുമ്പോൾ നമുക്ക് ലോകത്തിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. കാരണം എല്ലാത്തിനും ഒരു ഹിക്മത്ത് ഉണ്ട്. ഇത് അതിനാണ്, അത് ആ ഖൈറിനാണ്, ഇത് ഈ ഖൈറിനാണ്. നമുക്ക് അപ്പൊ ലോകത്തിനെ നമുക്ക് ഭയങ്കര ക്ലാരിറ്റിയോട് കൂടി കാണാൻ പറ്റും. നമ്മളെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ വിഷമമായിട്ട് അന്ധത വരുമ്പോഴാണ് നമുക്ക് ലോകം തന്നെ കാണാൻ നമ്മൾ മറന്നുപോകും. കാരണം നമ്മൾ അതിനകത്ത് കരഞ്ഞ് കണ്ണ് കലങ്ങി കണ്ണ് മൂടി അന്ധരായിട്ട് നിന്നുപോകും. ലോകം തന്നെ നമുക്ക് ശരിക്കും കാണാൻ പറ്റൂല. അപ്പം നന്ദിയുള്ളവരാകുമ്പോൾ നമുക്ക് ലോകത്തിന് കൂടുതൽ, നമ്മുടെ മുമ്പിലുള്ള സത്യങ്ങളെ കൂടുതൽ കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാനും മനസ്സിലാക്കാനും പറ്റും. അപ്പൊ നന്ദിയുള്ളവരാവുക. എന്തും നമ്മളെ ജീവിതത്തിലേക്ക് വരുന്ന എന്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറാണ്. അതിലെന്തിലും ഖൈറുണ്ട്. അതെന്തും അള്ളാഹുവിന് നന്ദി അർഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അപ്രകാരം അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദിക്ർ, എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അള്ളാഹുവിലേക്ക് നന്ദിയുള്ളവരാവാൻ പറ്റും. ഈ ഒരു ദുആയില് അടുത്ത പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? റബ്ബി ജഅൽനി ലക ശക്കാറൻ കഴിഞ്ഞിട്ട് ലക ദക്കാറൻ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ സ്ഥിരമായിട്ട്, ഇവിടുത്തെ വാക്കുകൾ ഞാൻ പിന്നെയും എടുത്തു പറയാണ്, എപ്പോഴും സ്ഥിരമായിട്ട് ദിക്റുള്ളവൻ, അതും ഏറ്റവും പീക്കിലുള്ളത്, എക്സ്ട്രീം ആയിട്ടുള്ള ദിക്റുള്ളവനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുആ. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ എല്ലാത്തിലും എന്തിലും ഏതിലും നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ, ഈ ദിക്ർ എന്ന് പറയുന്നത് നമ്മൾ ഹൃദയം വേറെ എവിടെയോ വെച്ചിട്ട് എന്ന് പറയുന്നതല്ല കേട്ടോ. ഈ ദക്കാറൻ എന്ന് പറയുന്നത് എല്ലാത്തിലും അള്ളാഹുവിനെ ഓർക്കുക, എന്ത് കാണുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുക. അപ്പൊ നമ്മളെ വായിൽ നിന്ന് നാച്ചുറലി ഇതൊക്കെ വരണം, ഈ ദിക്റുകളൊക്കെ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ഒക്കെ. അത്തരത്തിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നവരായി മാറിയാല് നമ്മളെ കണ്ണുകൾ ഇങ്ങനെ എന്ത് തുറക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ശക്കാറൻ ആവാനുള്ള ഒരു വഴിയാണ് ദക്കാറൻ ആവാന്നുള്ളത്. അപ്പൊ നമ്മള് ഇബ്ലീസിന്റെ ട്രാപ്പുകളിലൊന്നും പെടൂല അല്ലെ. കാരണം ഇബ്ലീസിന്റെ ട്രാപ്പിൽ പെടുമ്പോഴാണ് നമ്മൾ ഈ നല്ലത് കാണണ്ടാണ്ട് എല്ലാത്തിലും നെഗറ്റീവ് കാണാൻ വേണ്ടി പോവുക. തെറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നല്ലതിനെ പോലും മോശമാക്കി കാണിക്കുക ഇബ്ലീസാ. നമ്മള് ശക്കാറും തെക്കാറും ആയി കഴിഞ്ഞാല് ഇബ്ലീസിന്റെ ട്രാപ്പിൽ പെടുന്നതിൽ നിന്ന് കുറെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇബ്ലീസിന്റെ ആ ചെയിൻ അങ്ങ് ബ്രേക്ക് ആവും. നമുക്ക് തൃപ്തി തരും, നഫ്സിന് ഭയങ്കര സമാധാനവും തൃപ്തിയും സന്തോഷവും കിട്ടും അല്ലെ. സൂറത്തുൽ റഅദിന്റെ 28-ാമത്തെ ആയത്ത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ആയത്ത്, ഒരു പാർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കേൾക്കാൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മളെ മനസ്സ് പീസ്ഫുൾ ആവും, കാമാവും. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മളുടെ നഫ്സിന് വേണ്ട ഫുഡാണ് എന്ത്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. അതില്ലാണ്ട്, ആ ഫുഡ് കൊടുത്തില്ലെങ്കിൽ നഫ്സിന് ജീവിക്കാൻ പറ്റൂല. ജീവിക്കാൻ പറ്റൂല നഫ്സിന് ആ ഒരു ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ. തുടർന്ന് നമ്മള് ആ ഒരു അള്ളാഹു സുബ്ഹാനഹു തആലയുള്ള എന്താണ് ബന്ധം ബാലൻസ് ചെയ്തുകൊണ്ട് അടുത്ത കാര്യം പറയണം, ലക റഹാബൻ, നിന്നെ ധാരാളമായി ഭയപ്പെടുന്നവനും അല്ലെ. അപ്പൊ ഷക്കാറും സക്കാറുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയെ ഭയപ്പെടുന്നവനും കൂടെ ആക്കണം. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാല് നമ്മളത് വേറെ തന്നെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അല്ലെ, 2-3 ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നാലും ചുരുക്കി പറയാം, ഇവിടെ നമ്മളുടെ തിന്മയുടെ വലിപ്പം, അതാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ ഫസ്റ്റ് കാര്യം അല്ലെ. നമ്മൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കുക, സുബ്ഹാനല്ലാഹ്, ഭയങ്കര എണ്ണവും കൂടുതലാണ്, വലിപ്പവും കൂടുതലാണ്. നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ തൗബകളിലെ ആത്മാർത്ഥത കുറവ്. നമ്മൾ തൗബ ചെയ്യുന്നുണ്ടാവും, ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ചിലപ്പോഴൊക്കെ അതൊരു ചടങ്ങായി, ചിലപ്പോന്നല്ല പലപ്പോഴും അത് ചടങ്ങായി പോവാറുണ്ട്. സുബ്ഹാനല്ലാഹ്.
അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റൂൾസ് പലപ്പോഴും നമ്മൾ ക്രോസ് ചെയ്യാറുണ്ട് അല്ലെ. അള്ളാഹു നോ പറഞ്ഞെടുത്ത് നമ്മൾ പോയി ചെന്ന് ചാടാറുമുണ്ട്. അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യാതിരിക്കാറുമുണ്ട്. അപ്പം അള്ളാഹുവിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് വേറൊരാളെ പണിഷ്മെന്റും പോലെ അല്ല അല്ലെ. അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായിരിക്കും. അതിനെ നമ്മൾ ഭയപ്പെടണം. നമ്മൾ ചെയ്ത തിന്മകളെ കുറിച്ച് നമ്മൾ ലജ്ജയുള്ളവരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് അത് ആലോചിച്ച് ചമ്മി നിൽക്കുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് അള്ളാഹുവിനോട് എങ്ങനെ മറുപടി പറയാൻ പറ്റുള്ളൂ? ഇത്രയും 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 വലിയ അള്ളാഹു തരാവുന്നതിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് ഹിദായത്ത്. സുബ്ഹാനല്ലാഹ്. അത് തന്നിട്ട് നമ്മൾ ഇത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ആ ഒരു എംബറാസ്മെന്റ്, ആ ഒരു നാണക്കേട്, സുബ്ഹാനല്ലാഹ്, അതിനെ നമ്മൾ ഭയക്കണം. അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹു അൽ അസീസ് ആണല്ലോ, അള്ളാഹുവിന്റെ ഇസ്സത്ത് അല്ലെ, അതിനെ നമ്മൾ ഭയപ്പെടണം. കാരണം നമുക്ക് വളരെ ഭീമാകാരമായ എന്തിനെങ്കിലും ഒന്നിനെ കണ്ടാലല്ലേ, അതൊരു മോൺസ്റ്റർ, ഒരു മോശപ്പെട്ട ഒരു ജീവിയാണെങ്കിൽ പോലും അതിനെ കണ്ടാൽ നമുക്ക് പേടിയാവും അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം എന്താണ്, എന്തിനോടെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുമോ അല്ലെ. അപ്പൊ നമുക്ക് അതിനെ ഭയപ്പെടണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ശരിയായ ഭയം ഉണ്ടെങ്കിലേ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ. അപ്പൊ ഭയം, അതിനു വേണ്ടി നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. അതായത് റഹാബൻ, എപ്പോഴും നിന്നെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, അത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും കഠിനമായിട്ട് ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ആക്കണമേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇബ്ലീസിന്, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദിക്ർ എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ ചങ്ങലയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു അല്ലെ. നമ്മളെ നഫ്സിന് സമാധാനം തരും, സന്തോഷവും തൃപ്തിയും ഒക്കെ തരും. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന വേറൊരു കാര്യമുണ്ട്, ലക മിത്വാഅൻ, നിന്നെ അനുസരിക്കുന്നവനും. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് നമ്മൾ ദുആ ചെയ്യേണ്ടത്, ദുആയുടെ അടുത്ത പാർട്ടാണ് ലക മിത്വാഅൻ. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാവുകയും ചെയ്യുമ്പം എന്താണ്, അള്ളാഹുവിനെ അനുസരിക്കണം അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ഇഷ്ടം വരും നമ്മുടെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ള. കാരണം അള്ളാഹുവിനോടുള്ള ഭയം വന്നു കഴിഞ്ഞാൽ നാച്ചുറലി അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് അതിന്റെ പാർട്ടാണ് അല്ലെ. നമ്മളുടെ നഫ്സിനും നമ്മളുടെ നാവിനും നമ്മളുടെ ബോഡിക്കും ഒക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എളുപ്പം തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുക, അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുക. അതായത് അള്ളാഹുവിന്റെ അനുസരണയ്ക്ക് ഒതുങ്ങുന്ന ശരീരവും നഫ്സും കിട്ടാൻ വേണ്ടിയിട്ട്. ഇബാദത്ത് അങ്ങനെയുള്ള ഒരു നഫ്സും ശരീരവും കിട്ടിക്കഴിഞ്ഞാൽ ഇബാദത്തിന്റെ സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഓടും അല്ലെ. നമ്മളൊന്നും ഇപ്പോഴും ഓടുന്നവരായിട്ടില്ല. എന്തെങ്കിലും നമ്മൾ പുതിയത് കേട്ട് കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയത് വീണ്ടും ഓർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കും. ഇത്തരത്തില് എന്താണ്, ലക്കമിത്വാഅൻ അല്ലെ, അള്ളാഹുവിനെ സ്ഥിരമായിട്ട് അനുസരിക്കുന്നവര് ആയി മാറിയാല്. എന്നാൽ അള്ളാഹുവിന് അനുസരണക്കേടുള്ളവരാണെങ്കിലോ ഇതേ ശരീരം ആകെ കൂടെ സ്റ്റിഫായി പോലെ, നിസ്കരിക്കാൻ എണീക്കാൻ ഭയങ്കര ഒരു മടിയാണ്. നിസ്കരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം സലാം വീട്ടി ഓടല്, നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്നും ആർക്കും അറിയാത്തതൊന്നും അല്ല, എല്ലാവരും ഇതിലൂടെ കടന്നു പോയവരും പോകുന്നവരും ഒക്കെയാണ്. അള്ളാഹുവിന് അനുസരണ ഉള്ളവരാകുമ്പോ ഈ പറഞ്ഞ ഇതേ നഫ്സും ഇതേ ശരീരവും എഴുന്നേറ്റ് ഓടും റബ്ബിനെ അനുസരണ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല പുതിയതായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറന്നത് എന്തെങ്കിലും പുതിയതായിട്ട് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേഗം ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അപ്പം അപ്രകാരം ആ ശരീരത്തിനെ കണ്ടീഷൻ ചെയ്ത് വെക്കുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ രീതിയിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട ശരീരം അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുക എന്ന് പറയുന്നത് അതിനെന്തോ ഒരു ഇടങ്ങേറുള്ള ഒരു കാര്യമായി മാറും. അങ്ങനെ നമ്മളുടെ ശരീരം ആവണം അല്ലെ. അതിന് നമ്മൾ സ്ഥിരമായിട്ട് അനുസരണയുള്ളവരാവണം. നമ്മളൊക്കെ അനുസരണയുള്ളവരാവാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെ, വീണവും പിന്നെ എണീക്കും, വീണവും പിന്നെ എണീക്കും. പക്ഷെ നമ്മളിവിടെ ചോദിക്കണം, അള്ളാഹു സ്ഥിരമായിട്ട് നിന്നെ അനുസരണം, ആ രീതിയിൽ എന്റെ ബോഡീനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിനക്ക് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് എനിക്ക് എന്തോ ഒരു ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നണം. അപ്പൊ അങ്ങനെയുള്ള ആള് അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേയറ്റം വിനയാന്വിതനായിട്ട് വീഴും അല്ലെ. അള്ളാഹുവിന്റെ ഒരു കൽപ്പനയ്ക്കും എതിരെ നിൽക്കൂല. അത്തരത്തിലുള്ള അനുസരണയാണ് ഇവിടെ ചോദിക്കുന്നത്. ലക്കമിത്വാഅൻ. ആ രീതിയിൽ അള്ളാഹുവിന് നമ്മൾ കുമ്പിടുമ്പം അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ ഒരു തരത്തിലുള്ള ഒപ്പോസിഷനും അല്ലെങ്കിൽ ഒരു എതിർപ്പും ഒരു തരത്തിലുള്ള അഹങ്കാരം നമ്മളുടെ ഹൃദയത്തിൽ വരൂല. കാരണം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നുമല്ല, റഹ്മാനായ റഹീമായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല നമുക്ക് മനസ്സിലാവും.
ഈ ഒരു വ്യക്തി എന്താവും, മെല്ലെ മെല്ലെ അവന്റെ എല്ലാ തിന്മകളിൽ നിന്നും എന്താണ് മാറി നടക്കാൻ തുടങ്ങും. അവന്റെ തെറ്റുകളും അല്ലെങ്കിൽ അശ്രദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നടക്കാൻ തുടങ്ങും. അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ 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 അടുക്കാൻ ശ്രമിക്കും. അങ്ങനെ അവൻ വീണ്ടും വീണ്ടും, അതായത് അള്ളാഹുവിൽ നിന്ന് വിട്ടു പോകുമ്പോഴൊക്കെ അവൻ എന്ത് ചെയ്യും, തിരിച്ചു വരും അല്ലേ? കാരണം മനുഷ്യന്മാരാണ്, നമ്മൾ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് പറ്റും, അപ്പൊ അതൊക്കെ അവൻ തിരിച്ചു വരും. എന്തിനു വേണ്ടിയിട്ട്? തൗബ ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം അതിനു വേണ്ടിയിട്ട് അവൻ എന്ത് വേണം? റബ്ബിന്റെ സഹായം വേണം അല്ലെ? അവൻ അള്ളാഹുലേക്ക് വീണ്ടും വരണം. റബ്ബെ നീ എന്നെ സഹായിക്കാൻ, എനിക്ക് മിസ്സായി, റബ്ബെ നീ എന്നെ സഹായിക്കുന്നു പറഞ്ഞിട്ട് അവൻ വീണ്ടും വീണ്ടും, അവൻ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, പലതും അവനെ തടയുന്നുണ്ട്, അവൻ പല തിന്മയിലും വീണ്ടും വീണു പോകുന്നുണ്ട്. അപ്പം പറയാണ് ലക മുഖ്ബിതൻ, നിന്നിലേക്ക് ആശ്രയിക്കുന്നവനും. അള്ളാഹുവെ നിന്നിലാണ് എന്റെ ആശ്രയം, നീ എന്നെ ഹെൽപ്പ് ചെയ്യ. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ആശ്രയം തേടുന്നവനാവും. തുടർന്ന് ഇലൈക അവ്വാഹം മുനീബ, നിന്നോട് അടുത്തവനുമാക്കണമേ. ഒരാള് തിന്മ ചെയ്തു കഴിഞ്ഞാൽ അല്ലേ, അത് തിരിച്ച് തിരിച്ച് വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് എത്തുന്നവനാണ് അവ്വാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹിസ്ലാമിനെ ഈ രണ്ട് ക്വാളിറ്റി വെച്ചിട്ട് പറയുന്നുണ്ട്. സൂറത്ത് ഹൂദില് 75-ാമത്തെ ആയത്ത്, ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുനീബ്, തീർച്ചയായും ഇബ്രാഹിം ഹലീമാണ്, സഹനശീലനും ഏറെ അനുകമ്പയുള്ളവനും പശ്ചാത്താപമുള്ളവനുമാണ്. അപ്പൊ പശ്ചാത്താപം ഉണ്ടാവാന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അള്ളാഹുലേക്ക് തിരിച്ച് തിരിച്ച് വരുന്നതിലേക്ക്. ഇനി ഇതിന്റെ തേർഡ് പാർട്ട്, റബ്ബി തഖബ്ബൽ തൗബതി, ഹദീസിന്റെ അവസാനത്തെ ഭാഗമാണ്. അപ്പം അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് റബ്ബി തഖബ്ബൽ തൗബതി, അള്ളാഹുവെ നീ ഞങ്ങളുടെ തൗബകൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് തൗബ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? മനുഷ്യന്മാര് തൗബ ചെയ്ത് മടങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. അപ്പം ഈ ദ്വായിൽ നമ്മൾ ചോദിക്കുന്നത്, അതായത് എന്റെ തൗബകൾ നിനക്ക് സ്വീകാര്യമായതാക്കണമേ എന്നാണ് അല്ലെ? നീ തൗബ ചെയ്താൽ നീ സ്വീകരിക്കും, പക്ഷെ നമ്മളുടെ തൗബകൾ എന്താവണം? അള്ളാഹുവിന് സ്വീകാര്യമായതാക്കണം, ആത്മാർത്ഥമായതായിരിക്കണം, ശരിയായതായിരിക്കണം. ഒരാൾക്ക് വേണമെങ്കിൽ തൗബയിൽ നിന്ന് ഐഹികമായ എന്തെങ്കിലും റീസണിന് വേണ്ടിയിട്ട് തെറ്റിൽ നിന്ന് തൗബ ചെയ്യാം. അത് ആ തെറ്റ് തിരുത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പം എനിക്കത് നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എനിക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടും തൗബ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തൗബയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് മിസ്സാക്കുന്ന രീതിയിൽ തൗബ ചെയ്യാം. തൗബ ചെയ്യുമ്പം അതിന് നമുക്ക് കുറ്റബോധം വേണം, നമ്മൾ ചെയ്ത തെറ്റ് വീണ്ടും ചെയ്യൂല എന്നുള്ള ഉറച്ച തീരുമാനം വേണം. ഇനി ഏതെങ്കിലും ഒരാളോട് ചെയ്ത തൗബയാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ എന്താണെന്ന് വെച്ചാൽ അയാളോട് മാപ്പ് ചോദിക്കണമെങ്കിൽ അത് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി ആയിരിക്കണം, മരണത്തിന് മുമ്പേ ചെയ്തിരിക്കണം അല്ലെ? അപ്പം തൗബയ്ക്ക് ഒരുപാട് ആത്മാർത്ഥതകളും ഒരുപാട് കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ഇതൊക്കെ മിസ്സാകുന്നവരായേക്കാം. അതുകൊണ്ട് അതൊന്നും, ആ കുറവുകളൊക്കെ നികത്തിയിട്ട് നിന്റെ അടുത്ത് സ്വീകാര്യമായ തൗബ ചെയ്യാൻ പറ്റണമേ. നമുക്കൊരിക്കലും ഈ കണ്ടീഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടാണ് നമ്മൾ തൗബ ചെയ്തതെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല അല്ലെ? അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കണം, റബ്ബേ ഞാൻ ഒന്നാമത് നമുക്ക് തൗബ ചെയ്യാൻ സഹായം വേണം റബ്ബിന്റെ. ഇനി ചെയ്താൽ അത് നീ സ്വീകരിക്കുന്ന രീതിയിലാവണേന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തൗബകൾ അള്ളാഹ്ക്ക് സ്വീകാര്യമായ രീതിയിലുള്ളത് ആയി മാറും. അതിന്റെ കുറവുകളൊക്കെ നികത്തിയിട്ട് അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിലുള്ളത് ആയിട്ട് മാറും. ഇത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുന്നത് വഗ്സിൽ ഹൗബതി, നീ എന്റെ പാപം കഴുകണമേ അല്ലേ? അത് കാരണം തൗബ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് പാപം കഴുകി കളയലാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വരുന്നതൊക്കെ നമ്മൾ റബ്ബിന്റെ അടുത്ത് കഴുകി കളയാൻ വേണ്ടിയിട്ട് പറയണം. അജിബ് ദഅവതി, എന്റെ പ്രാർത്ഥനക്ക് നീ ഉത്തരം നൽകണമേ. ഈ പറഞ്ഞതൊക്കെ അള്ളാഹു സ്വീകരിക്കണോ അല്ലെ? സുബ്ഹാനല്ലാഹ്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് പറയുന്നത്? വസബ്ബിത് ഹുജ്ജതി, നീ എന്റെ ന്യായം ഉറപ്പിക്കണമേ. എന്റെ ഈമാൻ, ഞാൻ പറയുന്ന അല്ലെങ്കിൽ എന്റെ ഈമാനിനെ ഉറപ്പിക്കുന്ന, അതായത് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നീ എന്നെ മാറ്റണമേ. നമ്മൾ പറയുന്ന ഷഹാദ പോലെയുള്ള നമ്മളുടെ വാക്കുകൾ അത് സത്യസന്ധമായിരിക്കണം. അത് നമ്മളുടെ ജീവിതത്തിൽ, സത്യസന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ നാവും ഹൃദയവും തമ്മിൽ കണക്ഷൻ ഉള്ളതായിരിക്കണം. മാത്രമല്ല എന്താണ്, നമ്മൾ ഖബറിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരത്തിനും എനിക്ക് സ്ട്രെങ്ത് നീ തരണം, ഉറപ്പിച്ചതാക്കണം. ഏതൊരു ഫിത്നയിലും നമ്മൾ എടുക്കുന്ന തീരുമാനം ഉറച്ചതായിരിക്കണം. നമ്മൾ ഹിദായത്ത് കിട്ടിയതിനു ശേഷം ഹിദായത്ത് നഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. തുടർന്ന് വസദ്ദിദ് ലിസാനി, എന്റെ നാവിനെ നീ നേരെയാക്കണമേ.
നാവ് നേരെ ആയാല് അത് സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ, ശരിയായത് മാത്രം, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൃപ്തിയുള്ളത് മാത്രം, അല്ലാത്തതിൽ നിന്നെല്ലാം മാറി നിൽക്കും. തുടർന്ന് വഹ്ദി ഖൽബി, ഹൃദയത്തിന്റെ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാം. ഹൃദയത്തിന്റെ ഹിദായത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയാൻ ഉള്ള കഴിവ്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ എന്താണോ വേണ്ടത് അത് പഠിക്കാൻ വേണ്ടി എന്റെ ഹൃദയത്തിന് നീ സന്മാർഗത്തിലാക്കണമേ. ശരീഅത്തിന്റെ ഹിക്മത്ത്, അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ മാറ്റി ഈമാനിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിദായത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ 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 അറിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഏതുവരെ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിലുള്ള ബാക്കി എല്ലാത്തിനേക്കാളും മേലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് വരെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കാൻ. നമ്മൾ ആ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ. നമുക്കത് ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാത്തിനേക്കാളും മേലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യാൻ വേണ്ടിയിട്ട്. വഹ്ദി ഖൽബി, അത് വഹ്ദി കൽബിയിൽ എന്ത് പെടും? നമ്മളെ കുറിച്ച് തന്നെ അറിയലും പെടും. അപ്പോൾ നമ്മളെ കുറിച്ച് അറിഞ്ഞാത്ത ശരിക്കുള്ള രീതിയിൽ അറിഞ്ഞാലേ നമ്മളെ ആ ഒരു അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടല്ലേ, നമ്മൾ സംഭവമാണെന്നുള്ള ആ ഒരു ഇബ്ലീസ് കൊത്തിത്തരുന്ന ഒരു കിബിറ്, അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് മോശമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ട് എന്താണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് കാര്യത്തിനാ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുന്നത്, അവർക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ പോരെ എന്നുള്ള ആ ഒരു, എന്തിനാ അവരെ സഹായിക്കണോ എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് വരും. അവർക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ പോരെ, അതൊക്കെ അപ്പൊ ആ രീതിയിലുള്ള ക്രൂവൽ ആയിട്ടുള്ള ചിന്തകളിൽ നിന്ന്, അതായത് മറ്റുള്ളവരെ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിട്ട് കാണാനും, നമ്മൾ അഹങ്കാരികളല്ല, നമ്മൾ അങ്ങേയറ്റം ലോ ലെവലിലുള്ളവരാണെന്ന് ചിന്തിക്കാനും ഒക്കെയുള്ള ആ ഒരു അറിവ്. അപ്പം ഹൃദയത്തിന്റെ ഹെൽത്തിലെ നമ്മള് ഹൃദയത്തിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് എന്താണ്? നല്ല കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് വരാന്നുള്ളത് മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് മോശം കാര്യം റിമൂവ് ചെയ്യലും കൂടെ അതിനകത്ത് പെട്ടതാണ്. അതുകൊണ്ട് അവസാനം പറയുന്നു വസ്ലുൽ സഖീമത സ്വദരി, എന്റെ ഹൃദയത്തിന്റെ പക നീ നീക്കിത്തരണമേ. അതാണ് അവസാനമുള്ളത്. ഹൃദയത്തിലുള്ള ആ ഒരു കറുപ്പ് പുള്ളിയാണ് അല്ലെ, ഹൃദയത്തിന്റെ രോഗമാണ് എന്ത്? വെറുപ്പ്. അതിനെ നീ നീക്കിത്തരണമേ. ആ ഒരു വേദന അല്ലെ, അത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അകലാനുള്ള കാരണമായേക്കാം. അപ്പൊ അതും നീ നീക്കിത്തരണമേ. അങ്ങനെ ഈ ഒരു ബ്ലോക്കും കൂടെ നീ നീക്കിയിട്ട് എന്റെ ഹൃദയത്തിനെ വളരെ ലൈറ്റ് ആക്ക റബ്ബേ. എന്നിട്ട് നിന്റെ ഹിദായത്ത് ഒപ്പിയെടുത്ത് നിന്റെ പരലോകത്തേക്ക് ഓടി അടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുമാറാകണമേ. സുബ്ഹാനല്ലാഹ്. അത്രയാണ് ആ ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഈ ദുആയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും റബ്ബ് നമ്മളുടെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുവരത്തട്ടെ അല്ലെ. ഈ ദുആ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയർ ചെയ്യാം, പഠിക്കുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. കാരണം നമുക്കിതിന്റെ ഓരോ കാര്യങ്ങളും ഓരോ പാർട്ടും എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ആസ്വാദികരമായിട്ട് ഈ ദുആ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, കുറച്ച് ലോങ് ആണ്, ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. ആമീൻ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم على نبينا محمد. يا مقلب القلوب ثبت قلبي على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم إني أعوذ بك من شر سمعي ومن شر بصري ومن شر لساني ومن شر قلبي ومن شر مني. اللهم إني أعوذ بك من العجز والكسل والجبن والبخل والحرم وعذاب القبر. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم جدد الإيمان في قلوبنا. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.